പെട്രോൾ ഡീസൽ വില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നു. എന്നാൽ വിതരണ മേഖലയിൽ പ്രതിസന്ധിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. LNG and LPG, when this crisis began, there were some concerns, but we converted the challenge into an opportunity. We have ramped up our domestic production of LPG, which used to be 36,000 metric tons per day. We have now taken it up to 54,000 metric tons per day. Some of my friends tried to say that, some shortage is coming and therefore you should do some buying. That was also short-lived. Today I can tell you that this situation in the last 4 years, there has been no increase in prices. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ വാക്കുകൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഇന്ധനവില വർധന, അതിനുള്ള സാഹചര്യം, അഭ്യൂഹങ്ങൾ, അത് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ വേണോ കാണാൻ? അമൽ, ദിൽന, രാജ്യത്ത് ഇന്ധന വിതരണത്തിൽ പ്രശ്നമില്ല എന്നുള്ള കാര്യം ഹർദീപ് സിംഗ് പുരി പറയുമ്പോൾ പോലും വില വർധനവ് ഒഴിവാക്കാനാകാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിന്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതായത് പ്രതിദിനം പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് 1000 കോടി രൂപയാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. അത് ഇതിൽ കൂടുതൽ താങ്ങാനാകുന്നില്ല, അത് കേന്ദ്രത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്കിടയിലുണ്ട്. അതായത് 1-2 ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ഈ വില വർധനവ് പ്രതീക്ഷിക്കാമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ എന്തായാലും കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ വാചകത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അത് എത്ര രൂപയാണ് എന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോൾ വലിയ ചർച്ചകളും അഭ്യൂഹങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും. ഈ വിതരണത്തിൽ പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്ത് LPG, CNG, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ഇതിന്റെ മൂന്നിന്റെയും കരുതൽ ശേഖരമുണ്ട്. മാത്രമല്ല ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. ഈ LPGയുടെ ആവശ്യകത നേരത്തെ 90,000 മെട്രിക് ടൺ ആയിരുന്നു, അതിപ്പോൾ 75,000 മെട്രിക് ടണ്ണിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനം നേരത്തെ 34,000 മെട്രിക് ടൺ ആയത് അത് 54,000 മെട്രിക് ടണ്ണിലേക്ക് വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ വില വർധനവ് അത് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണമുള്ളതായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സംഘർഷം, യുദ്ധം, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതെന്നും കൂടി ഇപ്പോൾ എന്തായാലും ഹർദീപ് സിംഗ് പുരി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം മുൻപാണ് ഈ പൊതുമേഖല എണ്ണ കമ്പനികൾ, അതിൽ ഭാരത് പെട്രോളും ഇന്ത്യൻ ഓയിലും അടക്കം ഈ വിതരണത്തിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ള കാര്യം, സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴും അവർ ഈ വില വർധനവും നഷ്ടത്തിന്റെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ആ ഒരു വാചകം കൂടി ചേർത്താണ് ഇപ്പോൾ എന്തായാലും ഹർദീപ് സിംഗ് പുരി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഒരു വില വർധനവ് പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അമൽ, ദിൽന. ശരി, അർജുൻ പീതാംബരൻ ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല, പക്ഷേ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പരോക്ഷമായി പറയുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.